കോഴിക്കോട് താമരശ്ശേരി വിദ്യാർത്ഥി സംഘർഷത്തിൽ ആക്രമണം നടത്തിയ വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിന് അയച്ച ഓഡിയോ സന്ദേശം കൂടി പുറത്തു വന്നിരിക്കുന്നു. ആ ഓഡിയോ സന്ദേശം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ഷഹബാസ് എങ്കിന്തേന്ന് പറയടാ, ഫുള്ള് അലമ്പായിക്കുന്ന കേട്ട്. എൻ്റെ സീൻ്റേതാ ഈ ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒഴിവായിക്കൊണ്ടോ. എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഷഹബാസ് എങ്കിന്തേന്ന് പറയടാ, ഫുള്ള് അലമ്പായിക്കുന്ന കേട്ട്. എൻ്റെ സീൻ്റേതാ ഈ ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒഴിവായിക്കൊണ്ടോ. എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഷഹബാസേ, എന്തേലുണ്ടേ പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചുറക്ക് നിൽക്കില്ല. ഇനി പിന്നെയും ഇനി ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചുറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്നോട് എന്തേലും പറഞ്ഞോ? ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് നോക്കും, ഞാൻ എന്നോട് നല്ലോണമല്ലേ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാണ്. പിന്നെ അന്നേത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പം നിങ്ങൾ എം ജെയുള്ള ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി, എല്ലാവരും കൂടി ആയിട്ട് എത്തിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല്. ഞാൻ എന്തേതാ പിന്നെ ചെയ്യേണ്ടത് ഇനി പറഞ്ഞോണ്ടാ. പിന്നെ കൂട്ടത്തല്ലായി ഇങ്ങനെ കണ്ടല്ലേ വെക്ക. എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ, പൊരുത്തപ്പെട്ട് കൊണ്ടിട്ടോ. ഈ ഓഡിയോ നമുക്ക് അയച്ചു തന്നത് അഭിജിത്ത് മുഴക്കുന്നതാണ്, കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, ഈ ഓഡിയോയുടെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒരുപക്ഷേ ഈ ഓഡിയോ ഒക്കെ നമ്മോട് പറയുന്നൊരു കാര്യം നമ്മുടെ കുട്ടികളൊക്കെ തന്നെ വില്ലന്മാരുടെ കുപ്പായം എടുത്തിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പറയൂ. തീർച്ചയായും എസ്കെൻ, ഇത് ഈ സംഭവത്തിന് ശേഷം ഇത്ര വലിയൊരു ആക്രമണം നടക്കുന്നു, ഷഹബാസിന് ഗുരുതരമായി പരിക്കുപറ്റുന്നു, ഷഹബാസ് ആശുപത്രിയിലാകുന്നു. ഇതിനുശേഷം ഈ ആക്രമിച്ച വിദ്യാർത്ഥികളിൽപ്പെട്ട ഒരാൾ ഷഹബാസിന് അയച്ച ശബ്ദ സന്ദേശമാണത്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ ശബ്ദ സന്ദേശം അയക്കുന്നത്. അതിൽ പറയുകയാണ്, ഇങ്ങനൊരു സംഭവം നടന്നു, ഇത് വലിയൊരു പ്രശ്നമാക്കണ്ട. ഇങ്ങനെയൊക്കെ നടന്നത് ആ ഒരു സാഹചര്യത്തിലുണ്ടായ അതിൻ്റെ തുടർച്ചയായി നടന്ന സംഭവത്തിലാണ് ഇങ്ങനെ നടന്നത്. ഏതായാലും അതിനെങ്ങനെ കാര്യമായി എടുക്കണ്ട എന്ന് പറയുകയാണ് ഈ കുട്ടി. ഒപ്പം തന്നെ അതിനെ അങ്ങ് മറന്നു കളയൂ, എൻ്റെ നേരെ വന്നതുകൊണ്ടല്ലേ ഞാൻ ഇത്തരത്തിലുള്ളൊരു പ്രതികരണം നിനക്ക് നേരെ നടത്തിയത് എന്നൊക്കെയാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. എസ്കെൻ, അതിന് തൊട്ടു മുൻപ് മറ്റൊരു ശബ്ദ സന്ദേശം കൂടി പുറത്തു വന്നിരുന്നു. അത് ഈ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ വെച്ച് ഈ ആക്രമിച്ച വിദ്യാർത്ഥികൾ തമ്മിൽ നടത്തിയ ശബ്ദ സന്ദേശമാണ്. അതിലവർ കൃത്യമായി പറയുന്നുണ്ട്, ഷഹബാസിനെ ആക്രമിച്ചിട്ടുണ്ട്, ഷഹബാസിനെ കാണേണ്ടതാണ്, ഷഹബാസിൻ്റെ കണ്ണിനൊക്കെ പരിക്ക് പറ്റിയിട്ടുള്ളത് കാണുന്നില്ലേ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അവർ പറയുകയാണ്, ഇങ്ങനെ ഒരു കൂട്ടത്തല്ലുണ്ടാകുമ്പോൾ അതിനിടയിൽ നടന്നൊരു അപകടം, അതിന് പോലീസ് കേസൊന്നും എടുക്കില്ല, അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല എന്നാണ് ഈ വിദ്യാർത്ഥികൾ പരസ്പരം പറയുന്നത്. എസ്കൻ, ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഈ കുട്ടികൾക്ക് ആ ഘട്ടത്തിൽ വലിയ ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. തങ്ങൾ ചെയ്ത കുറ്റകൃത്യത്തെക്കുറിച്ച് അവർക്കൊരു പശ്ചാത്താപം ഉണ്ടായിരുന്നില്ല, കുറ്റബോധം ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ നേരത്തെ ഇവർ ആസൂത്രണം ചെയ്തതാണ് ഈ ഷഹബാസിനെ മർദ്ദിക്കണമെന്നുള്ളത്. അതും ഈ ശബ്ദ സന്ദേശങ്ങളിലൂടെ വ്യക്തമാണ്. കാരണം ഷഹബാസിന് ഞാൻ നന്നായി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നിവർ ഒരു ശബ്ദ സന്ദേശത്തിൽ ഇവർ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇവർ നേരത്തെ തന്നെ മുൻകൂട്ടി ഒരു പ്ലാനിങ് ഇവർക്കുണ്ടായിരുന്നു, ഈ ഷഹബാസിനെ തന്നെ തിരഞ്ഞു പിടിച്ച് മർദ്ദിക്കണമെന്നുള്ളത്. അങ്ങനെയാകാം ഈ ആദ്യം സംഘർഷം നടന്ന സ്ഥലത്ത് വെച്ച് ഷഹബാസിനെ ഈ 10ഓളം വിദ്യാർത്ഥികൾ ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുന്നത്. ഷഹബാസിന് മർദ്ദനമേൽക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. തലയ്ക്കാണ് ഗുരുതരമായി പരിക്ക് പറ്റിയത്. എസ്കെൻ, അതിലെടുത്തു പറയേണ്ട കാര്യം ഈ ആയുധങ്ങളെക്കുറിച്ച് തന്നെയാണ്. കേവലം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൈവശം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ ഇടിവളയും നഞ്ചക്കുമൊക്കെ ഉണ്ടായത് എന്നുള്ള കാര്യം ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാണ്. പോലീസ് അക്കാര്യത്തിൽ ഒരു വ്യക്തത ഇന്നലെ വരുത്തിയിരുന്നു, ഇവരുടെ കൈവശം ആയുധമുണ്ട് എന്നുള്ള കാര്യത്തിൽ. ഏതായാലും ഈ ആയുധം ഉപയോഗിച്ചാണോ ഈ ഷഹബാസിന് ഗുരുതരമായി പരിക്ക് പറ്റിയത് എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. എസ്കെ. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഒരു ട്യൂഷൻ സെൻറ്ററിൽ ട്യൂഷന് പോകുന്നു. അവിടെ ഒരു ഫെയർവെൽ പാർട്ടി നടക്കുന്നു. ആ ഫെയർവെൽ പാർട്ടിയിൽ ഒരു സ്കൂൾ അവതരിപ്പിച്ച ഡാൻസിൽ ഓഡിയോ നിലച്ചു പോകുന്നു, ശബ്ദം നിലച്ചു പോകുന്നു. അതൊക്കെ സാധാരണ ഒരു സാങ്കേതിക പ്രശ്നമാണ്. ഈ ശബ്ദം നിലച്ചപ്പോൾ മറ്റേ സ്കൂളിലെ കുട്ടികൾ കൂകിയപ്പോൾ ഈ ഡാൻസ് അവതരിപ്പിച്ച സ്കൂളിലെ കുട്ടികൾ അത് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലും വാക്കേറ്റവുമാണ് സംഘർഷത്തിൽ കലാശിക്കുകയും പിന്നീട് അത് തുടർച്ചയായിട്ടൊരു അടി കലച്ചിലേക്ക് പോവുകയും അവസാനം
താമരശ്ശേരിയിലെ ഈ ഷഹബാസ് എന്ന് പറയുന്ന പയ്യൻ്റെ മരണത്തിൽ കലാശിക്കുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒന്ന് കൂകിപ്പോയി എന്നത് ചോദ്യം ചെയ്യുക, പിന്നീട് അതിനു വേണ്ടി അടിയുണ്ടാക്കുക, രണ്ട് സ്കൂളിലെ കുട്ടികൾ തമ്മിൽ അടിയുണ്ടാക്കി, അത് അവസാനം മാരകായുധങ്ങളുമായിട്ട് മറ്റുള്ള ആളുകൾ കൂടി കൊട്ടേഷൻ സംഘം പോലും അതിൻ്റെ ഇടയ്ക്ക് കയറിയെന്നാണ് ഈ മരിച്ചുപോയ കുട്ടിയുടെ പിതാവ് ഇന്നലെ 24-നോട് പറഞ്ഞത്. അപ്പോൾ ഇത് വളരെ ഒരു നിസ്സാര പ്രശ്നം, ഒരു അവഗണനയോടെ തള്ളിക്കളയേണ്ട ഒരു കൂവലും ഒരു ബഹളവും ഒരു മനുഷ്യൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ എടുത്തു എന്നുള്ള ഏറ്റവും അത്യന്തം ഹീനമായ അപകടകരമായ പ്രതിഷേധാർഹമായ സംഭവത്തിലേക്കാണ് നയിച്ചത്. ഇതൊക്കെ കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല. ഈ പോലീസ് എന്തായാലും കർക്കശമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകണം. കുട്ടികളെ യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്തതിനു ശേഷം ഈ കുട്ടികളെ വീട്ടിലേക്ക് അയച്ചിരിക്കുകയാണ്. ഈ പ്രതികളെല്ലാം തന്നെ ഇപ്പോൾ വീട്ടിലാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാമിലെ ചാറ്റ് അനുസരിച്ച് ഈ ആൾക്കൂട്ടത്തിൽ ഇവരെ മർദ്ദിക്കുകയാണെങ്കിൽ പോലീസിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും, കൊലക്കുറ്റം നമ്മുടെ തലയിൽ വീണില്ല എന്ന് പറഞ്ഞ ബുദ്ധിരാക്ഷസന്മാർ ഈ കുട്ടികൾക്കിടയിലുണ്ട്. അവർക്ക് കുട്ടിത്തമുള്ളവരല്ല, ഒരു മുതിർന്നവരെക്കാളും വില്ലൻ പണിക്ക് പറ്റിയവരാണ്. അപ്പോൾ ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തുകയും ഇവർക്കെതിരെ കർക്കശമായ പോലീസ് നടപടി ഉണ്ടാകുകയും എല്ലാ മാതാപിതാക്കൾക്കും ഇതൊരു മോഡലായിട്ട് കുട്ടികളോട് പറയാനായിട്ടുള്ള നടപടികൾ പോലീസ് സംവിധാനം സ്വീകരിക്കുകയും വേണം. കാരണം ഇതൊരു ചെറിയ കൊലപാതകമായിട്ട് കാണാൻ കഴിയില്ല.